ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനുഷ്യന്റെ സ്വഭാവം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ്. മനുഷ്യന്റെ സ്വഭാവം അറിയായ്മയുടെ കാലത്തുള്ളത് ദൈവം കണക്കുകൂട്ടുന്നില്ല എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നു. എന്താണ് അറിയായ്മയുടെ കാലം? എന്താണ് അറിവിന്റെ കാലം? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ സ്വഭാവം എവിടെ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. മനുഷ്യന്റെ സ്വഭാവം ഒന്നാമത് ഉരുത്തിരിഞ്ഞു വരാനുള്ള ഉറവിടമാണ് അവനിൽ കർത്താവ് സൃഷ്ടിച്ചിട്ടുള്ള ഉള്ളം അല്ലെങ്കിൽ ദേഹി. രണ്ടാമതാണ് അവൻ പാപത്താൽ അവൻ അടിമപ്പെട്ടു പോയ ജഡത്തിന്റെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങൾ, ജഡീക സ്വഭാവങ്ങൾ എന്ന് പറയും. മൂന്നാമത്തതാണ് അവനെ ബാധിക്കുന്ന ആത്മാവ്. നാലാമത്തതാണ് ആകാശത്തിലെ അധികാരം, അതായത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. അഞ്ചാമത്തതാണ് ദേശാധികാരം. ഇങ്ങനെ പൊതുവെ ഒരു മനുഷ്യന്റെ സ്വഭാവം ഉരുത്തിരിഞ്ഞു വരുവാനുള്ള ഉറവിടം നമ്മൾ 5 ഭാഗമായിട്ട് ചിന്തിക്കുകയാണ്. നാം ഈ 5 ഉറവിടങ്ങൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഇന്ന് കാണുന്ന കാഴ്ചയല്ല ഒരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇത് അറിയാവുന്ന കർത്താവ് പറഞ്ഞു, കാഴ്ചപ്രകാരം വിധിക്കരുത്, കേൾവി പ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധി. നീതിയുള്ള വിധി എന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്ക് ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. മനുഷ്യന്റെ സ്വഭാവം വെളിപ്പെട്ട് വരുന്നതിന്റെ പ്രാരംഭ ഭാഗമെന്ന് പറയുന്നത് നിരൂപണം, വിചാരങ്ങൾ, ചിന്താഗതികൾ മുതലായവയിൽ തുടങ്ങുന്നതാണ്. ഒരു മനുഷ്യന് ഒരു ആഗ്രഹമുണ്ടായാൽ ആഗ്രഹത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി അവൻ ചെയ്യുന്നതാണ് അവന്റെ സ്വഭാവത്തിൽ വെളിപ്പെടുന്നതായി നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഭാഗം. അപ്പോ ഇങ്ങനെ ഈ ലോകത്തിൽ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാക്കുമ്പോൾ ശരീരത്തെ മെനഞ്ഞതിന് ശേഷം ശരീരത്തിൽ ഒരു ദേഹിയെ ദൈവം സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ ഈ ദേഹിക്ക് ഈ ലോകത്തിന്റെ ചരിത്രമല്ല, അതിനും അപ്പുറം ഒരു ചരിത്രമുണ്ട്. ശരീരം മണ്ണിൽ നിന്നെടുത്തതാണ്, അതിന് ഈ ലോകത്തിന്റെ ചരിത്രം മാത്രമേ ഉള്ളൂ, അതിന് ജീവനും മാത്രമേ ഉള്ളൂ. എന്നാൽ ദേഹി എന്ന് പറയുന്നതിന് അതിനപ്പുറത്തേക്കും ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത്, ദേഹി എന്ന് പറയുന്നത് ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്. തിരഞ്ഞെടുക്കപ്പെടാത്ത കൂട്ടവുമുണ്ട്. അപ്പോ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ കൂട്ടം, അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അവരുടെ ദേഹി ഈ ലോകത്തിൽ ക്രിസ്തുവിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലും ലോകത്തിലൊരു സ്ത്രീയുടെ ഗർഭത്തിൽ ദൈവം അതിനെ ശരീരത്തെ മെനഞ്ഞ് അതിനകത്ത് ഈ ദേഹിയെ ആക്കി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദേഹി മരിച്ചതാകും. എന്തുകൊണ്ടെന്നാൽ അത് ദൈവം വെച്ചിരിക്കുന്നത് പാപജഡത്തിലാണ്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്ന് വരത്തുള്ളതുപോലെ ആദവും ഹവ്വയും മുഖാന്തരം ലോകം പാപത്തിന് അടിമപ്പെട്ടു പോയതും മരണം ലോകത്തിൽ കടന്നതുമായ അവസ്ഥയിലാണ് ദൈവം ഒരു ദേഹിയെ സൃഷ്ടിച്ച് വെക്കുന്നത്. അതുകൊണ്ട് ആ
ശരീരം എന്ന് പറയുന്നത് അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചതാണ്. പാപം വ്യാപരിക്കുന്നതാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന് 1-ാം ഭാഗത്തിൽ എഴുതിയിരിക്കും പ്രകാരം അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായത് നമ്മെ അവൻ ഉയർപ്പിച്ചു. ഈ അകൃത്യ പരമ്പരയിൽ, പാപ പരമ്പരയിൽ, കർമ്മബന്ധത്തിൽ പ്രസവിച്ച് പെരുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ ഒരു ദേഹിയെ ദൈവം ഗർഭത്തിൽ സൃഷ്ടിച്ചാക്കുമ്പോൾ ആ ദേഹി ആ കർമ്മ പരമ്പരയിൽ മരിച്ചതാണ്. ജീവനില്ല. അത് ഈ ലോകത്തിൽ ജനിച്ചു, വളർച്ച പ്രാപിച്ചതിന് ശേഷം അത് ദൈവത്തെ അറിയുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെ അത് മരിച്ചതാണ്. അങ്ങനെ മരിച്ച ദേഹി വചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് കഴിയുമ്പോൾ വിശ്വാസത്തിന്റെ അനുസരണത്തിൽ കൂടി ഈ ദേഹി ജീവൻ പ്രാപിക്കുക. അപ്പോൾ അതുവരെയും കർത്താവിനെ അറിയുന്നവരെയും മരിച്ചതും കർത്താവിനെ അറിഞ്ഞ ശേഷം ജീവിച്ചതും തുടർന്ന് കർത്താവിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് മനുഷ്യന്റെ ദേഹി. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ ദേഹി മരിച്ച അവസ്ഥയിലാണ്. ഈ മരിച്ച അവസ്ഥയിൽ ലോകത്ത് ജീവിക്കും. ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഇതിന് ജീവനില്ലാത്തത് കൊണ്ട് ഇതിന്റെ സ്വഭാവമോ ഇതിൻ്റെതായ ദൈവികമായ പ്രവർത്തനങ്ങളോ ഒന്നും വെളിപ്പെട്ടു വരാൻ സാധിക്കാതെ വണ്ണം അത് നിദ്രയിലാണ്. ഈ സമയത്ത് അവനിൽ നിന്ന് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും ലോകത്ത് ജീവിക്കുന്ന ജീവിതം അവനിൽ മറ്റു പല മുഖാന്തരങ്ങളാലും വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. ഈ മുഖാന്തരങ്ങളിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അവന്റെ ശരീരം പുറപ്പെട്ടു വന്ന പീഡ. അതാണ് പിതൃപാരമ്പര്യമെന്ന് നമ്മൾ പഠിക്കുന്നത്. മാതാപിതാക്കളുടെ പാരമ്പര്യത്താൽ തൻ്റെ ഉള്ളിൽ ദേഹി മരിച്ചതാണെങ്കിലും ഉള്ളിൽ നിന്ന് മോഹങ്ങൾ ഉണ്ടാകുന്നു. അതിനെയാണ് വചനം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ പൂരിപ്പിക്കും. അപ്പോൾ അവരുടെ അനന്തരവർ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടും. ഇങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയും പിതാക്കന്മാരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുകയും പിതാക്കന്മാരുടെ പ്രവൃത്തി പൂരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത എല്ലാ മനുഷ്യരിലും സ്വാഭാവികമായിട്ടുണ്ടാവും, ക്രിസ്തുയേശു ഒഴികെ. പിതൃപാരമ്പര്യത്തിൽ കൂടി മനുഷ്യരിൽ വെളിപ്പെടുന്ന സ്വഭാവത്തിന് മനുഷ്യൻ അടിമയാണ്. നമ്മൾ ലോകത്തിൽ ചിന്തിക്കുമ്പോൾ, ലോകത്തിലെ മനുഷ്യരുടെ അവസ്ഥകൾ ചിന്തിക്കുമ്പോൾ, ഒരുവന്റെ പ്രവൃത്തി കണ്ടാൽ അവനെക്കുറിച്ച് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, ഇവൻ ആരുടെ മകനാണ്, ഇവൻ ഏത് കുടുംബത്തിലാണ് എന്ന് ചോദിക്കുന്നു. എവിടെയാണ് ഇവന്റെ ആരംഭം? എവിടെയാണ്? ശൗല യുദ്ധം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗോലിയാത്തും ദാവീദുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഗോലിയാത്തിന്റെ അട്ടഹാസവും പോരുവിളിയും വെല്ലുവിളിയും എല്ലാം കേട്ട് തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് ഓടുന്നത് ഗോലിയാത്തിനെ കണ്ട് പുറകോട്ട് ഓടുന്നു. ദാവീദ് അണിക്ക് നേരെ ഓടുന്നു, അതായത് ഗോലിയാത്തിന്റെ അടുക്കിലേക്ക് ഓടുന്നു. ഈ ഓട്ടം കണ്ടപ്പോൾ ശൗല് ചോദിച്ചതാണ്, എൻ്റെ അടുത്ത് നിൽക്കുന്ന സേനാധിപതിയായ അബ്നറിനോട് ചോദിക്കുകയാണ്, അബ്നറെ, ഇവൻ ആരുടെ മകൻ? അപ്പോൾ എല്ലാ മനുഷ്യർക്കും പിതാക്കന്മാരുടെ സ്വഭാവമുണ്ട്. അത് പ്രവൃത്തികളിലും വാക്കുകളിലും നിരൂപണങ്ങളിലും ആഗ്രഹങ്ങളിലും
അത് വെളിപ്പെട്ടു വരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുകയാണ്. യഥാർത്ഥത്തിൽ അവന്റെ സ്വഭാവം അതായിക്കൊള്ളണമെന്നില്ല. ഈ വ്യക്തി ആരെന്ന് അറിയണമെങ്കിൽ ഈ വ്യക്തിയുടെ തനി സ്വഭാവം അറിഞ്ഞാലേ വ്യക്തി ആരെന്ന് അറിയാൻ പറ്റുള്ളൂ. അതറിയണമെങ്കിൽ സോള് ജീവിക്കണം, ദേഹി ജീവിക്കണം, ഉള്ളം ജീവിക്കണം. അത് അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുക. ആദാമ്യ പാപത്തിന് ശേഷം ഈ മരണത്തിൽ നിന്ന് വിടുതലുണ്ടായി ജീവിച്ചിട്ടും ഇല്ലതാൻ. പിന്നീട് ജീവിപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ മാത്രമാണ് പിന്നെ ജീവിപ്പിക്കപ്പെടുന്നത്. എല്ലാ മനുഷ്യരും, ഒരാളല്ല, എല്ലാം. അവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങൾ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർമ്മലവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ പുണ്യാഹ രക്തം കൊണ്ട് അത്രേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കൽ വന്നാൽ ദൈവം പറിച്ചു മാറ്റുന്ന ഒന്നാണ് പിതൃപാരമ്പര്യം. പിതൃപാരമ്പര്യത്തിൽ നിന്ന് ഇപ്പൊ പിതാവ് ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്, പിതാവ് കൊള്ളയും കൊലപാതകവും നടത്തിക്കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ മകൻ അങ്ങനെ നടക്കണമെന്നില്ല. കാരണം മകൻ ഒന്നാമത്തേന് അതിന് ആരോഗ്യം ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത് ഉണ്ടായെന്ന് വരില്ല. അതുപോലെ തന്നെ അവന്റെ വാക്കുകൾ, പിതാവിന്റെ വാക്കുകൾ, പിതാവിന്റെ നിരൂപണങ്ങൾ, ഇതൊന്നും ഇല്ലാതാക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. പ്രവൃത്തിയിലില്ലെങ്കിൽ വാക്കുകളിൽ ചിലപ്പോൾ ഉണ്ടാവും, വാക്കുകളില്ലെങ്കിൽ ദൈവത്തെ നിരൂപണത്തിലെങ്കിലും ഉണ്ടാവും. അതിൽ നിന്ന് വിടുതൽ വാഗ്ദാനം സാധിക്കില്ല. അതിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ അവന്റെ ജീവൻ തന്നെ മാറി വേണം. കാരണം അവന്റെ ജീവൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്. ജഡപ്രകാരമുള്ള പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതാ. ആ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജീവന് വ്യത്യാസം വന്നിട്ടല്ലാതെ അവന് രക്ഷയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങൾ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്രേ. അവ രക്തം മാറി വരണം, ജീവൻ മാറി വന്നിട്ടല്ലാതെ പാരമ്പര്യത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ പാരമ്പര്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പാരമ്പര്യം തന്നെ ബാധിക്കുന്നില്ല എന്നെങ്കിൽ അതിന് ജീവിതത്തിൽ നോക്കിയാൽ മതി. പിതാവ് നിരൂപിച്ചതുപോലെ നിരൂപിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടോ? പിതാക്കന്മാരെ സംസാരം പോലെ സംസാരിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടോ? പിതാക്കന്മാരെ പ്രവൃത്തി പോലെ തനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് നോക്കിയാൽ മതി. സാക്ഷാൽ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയും, ഒരു വിശ്വാസിക്ക് കഴിയണം. കാരണം ഇല്ല എങ്കിൽ പിതാക്കന്മാരുടെ സ്വഭാവത്തിന് തക്കവണ്ണം തന്നെ ആണ് താനും ജീവിക്കുന്നതെങ്കിൽ തന്റെ തനി സ്വഭാവവും പിതാക്കന്മാരുടെ സ്വഭാവമായിട്ട് വ്യത്യാസമില്ലാന്ന് വരും. അങ്ങനെ വന്നപ്പോൾ അവൻ തെറ്റുകാരനായിത്തീരും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മനുഷ്യന് സ്വഭാവത്തിൽ തിരിഞ്ഞു വരുന്ന ഒന്നാമത്തെ ഘടകം അവന്റെ ദേഹി അല്ലെങ്കിൽ സോള്. രണ്ടാമത്തത് അവന്റെ പിതൃപാരമ്പര്യം. മൂന്നാമത്തതാണ് അവന്റെ ദേശാധികാരം. ദൈവത്തിന്റെ വചനം പറയുന്നത് സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. ഈ 6 ദിവസത്തെ സൃഷ്ടിയെ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചതാണ്. സകലതും അവന്റെ കാൽക്കീഴാക്കിയതാണ്. അവന്റെ എന്ന് പറഞ്ഞാൽ ആദാമിന്റെ. ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, അങ്ങനെ മൂന്നാമത്തെ ദിവസം, അങ്ങനെ 6 ദിവസം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം 6 ദിവസത്തെ സൃഷ്ടിയെ മുഴുവനും ആദാമിന്റെ കാൽക്കീഴാക്കി. ഒന്നും കാൽക്കീഴാക്കാതെ വിട്ടിട്ടില്ല. ഇങ്ങനെ സകലതും അവന്റെ കാൽക്കീഴാക്കി അവനെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് വിട്ടു. എങ്കിലും അവന്റെ പാപത്താൽ അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ അത് അവന്റെ അധികാരത്തിൽ നിന്ന് മാറി ദുഷ്ടന്റെ അധികാരത്തിലേക്ക് പോയി. അതായത് അവനെ കൊണ്ട് പാപം ചെയ്യിച്ച എതിരാളിയായ സാത്താന്റെ അധികാരത്തിന് കീഴിലേക്ക്, ദുഷ്ടന്റെ അധികാരത്തിന് കീഴിലേക്ക് ഈ ലോകം പോകുവാനിടയായി. അന്ന് മുതലാണ് വചനം പറയുന്നത് സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു.
ദുഷ്ടന്റെ അധീനതയിൽ ഈ ലോകം വന്നപ്പോൾ ദുഷ്ടൻ എന്ന് പറഞ്ഞ ഒരാളല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ മുമ്പാകെ പാപം ചെയ്തതും വീഴ്ച വന്നതും ഒന്നോ രണ്ടോ ദൂതന്മാരല്ല, ഒന്നോ രണ്ടോ അധികാരികളും അല്ല. കെരൂബുകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അധികാരവും വലിയ സ്വാധീനവുമുള്ള ശക്തിയുമുള്ള സൃഷ്ടികളാണ്. അതുപോലെ ആകാശ സൈന്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ വിവിധ തരങ്ങൾ ദൂതന്മാർ, കെരൂബുകൾ, ആകാശ സൈന്യം, ഇങ്ങനെ വീണിട്ടുള്ള, അതായത് ദൈവത്തോട് ദ്രോഹം ചെയ്തിട്ടുള്ള, പാപം ചെയ്തിട്ടുള്ള ജീവികൾ, ആത്മീയ ജീവികൾ ധാരാളമാണ്. ഈ ധാരാളം ജീവികൾ ഇത് മുഴുവനും ഈ അധിപതിയുടെ കീഴിലേക്ക് വന്നു. ഇതിനെല്ലാത്തിനും ഒരു നേതാവുണ്ട്. ആ നേതാവിനെയാണ് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അധിപതിയെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ അധിപതിയുടെ കീഴിലേക്ക് ആദാമ്യ പാപത്തിന് ശേഷം മുഴു ലോകവും പോകുവാനിടയായി തീർന്നു. പിന്നെ ഇവിടെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ അധിപതിയാണ്. അവൻ എന്ത് ചെയ്തു? അവന് കീഴിലുള്ള, അവനോടൊപ്പം നിൽക്കുന്ന, ദൈവത്തിന് വിരോധിയായ തന്നോടും കൂടെ നിൽക്കുന്ന ദൈവത്തിന് വിരോധികളായി പ്രവർത്തിക്കുന്ന തന്റെ കീഴിലുള്ള ദുഷ്ടന്മാർക്ക് ഈ ഭൂമിയെ, ഈ ലോകത്തെ വിഭാഗിച്ചു കൊടുത്തു. ഭൂമിയെ വിഭാഗിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, ഓരോ മണ്ഡലങ്ങൾ വരെ വിഭാഗിച്ചു കൊടുത്തു. ഈ സകല ലോകത്തെയും ഭാഗമായിട്ട് വിഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ വിഭാഗിച്ച് കിട്ടിയ ദുഷ്ടന്മാരെയാണ് പാർസി ദേശത്തിലെ പ്രഭു, മേദ്യ പ്രഭു, സോർ പ്രഭു, ഇങ്ങനെ ഓരോ പ്രഭുക്കന്മാർ ദുഷ്ടന്റെ കീഴിലുള്ള ഭരണാധികാരികളായിട്ട്, രാഷ്ട്രപതിയുടെ കീഴിൽ ഓരോ സ്റ്റേറ്റിനും ഗവർണർ ഭരിക്കുന്നത് പോലെ ഈ ലോകത്തിലുള്ള സകല ഭൂമിയിലും ഭരിക്കാനായിട്ട് അവരുടെ കീഴിലുള്ള ദുഷ്ടന്മാരെ നിയമിച്ചു. ഇങ്ങനെ നിയമിക്കപ്പെട്ടവരെയാണ് ദേശാധികാരങ്ങൾ, അല്ലെങ്കിൽ വാഴ്ചകൾ എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ വാഴ്ചകൾ ദേശത്തെ ഭരിക്കുമ്പോൾ താന്താങ്ങൾ ഭരിക്കുന്ന ദേശത്തിന് ആ താന്താങ്ങളുടെ ദേശത്തിന്റെ സ്വഭാവം ഉണ്ടായിരിക്കും. തങ്ങളുടെ സ്വഭാവം എങ്ങനെയോ അതേ സ്വഭാവമുള്ള മനുഷ്യരെ ആ ദേശത്ത് ജനിപ്പിക്കുന്നതിൽ സ്വാധീനപ്പെടാൻ അവൻ ശ്രമിക്കും. അവന്റെ കീഴിലായി പോയ ഈ ജനം അങ്ങനെ തന്നെ ആയിത്തീരുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ തിത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ക്രേത്തർ സർവ്വതാ അസത്യവാദികളും അതൊന്ന് വായിച്ചു. തിത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ബൈബിളിലെ പുതിയ നിയമ പുസ്തകത്തിൽ 27 പുസ്തകങ്ങളുള്ളതിൽ തിത്തോസ് എഴുതിയ, അപ്പോസ്തലനായ പൗലോസ് തിത്തോസിന് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രേത്തർ സർവ്വതാ അസത്യവാദികളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ എന്ന്. ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ കുറിച്ചോ രണ്ടുപേരെ കുറിച്ചോ അല്ല. ക്രേത്ത എന്ന് പറയുന്ന ഇന്നത്തെ ക്രീറ്റ്, ഇന്നത്തെ രാജ്യമുണ്ട്, മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ അതിലോട്ടുള്ള ഒരു ദ്വീപാണ്. ഈ ദേശനിവാസികളുടെ പ്രത്യേകതയാണ് അസത്യമേ പറയും, നുണയെ പറയും. ഒരാളെ കുറിച്ചാണ് നമ്മൾ അപവാദം പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെയാണ് കുറ്റം പറയുന്നതെങ്കിൽ അത് ആ ആളിൽ മാത്രം നിക്ഷിപ്തമാണ്. എന്നാൽ ഇത് ആളെ കുറിച്ചല്ല പറയുന്നത്, ആ ദേശത്തെ കുറിച്ചാണ്. ഈ ക്രേത്തർ എന്ന് പറയുന്ന മനുഷ്യർ മുഴുവനും പൊതുവെ അസത്യവാദികളാണ്. എന്നാൽ അസത്യം പറയാത്തവരുണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവുകയും ചെയ്യും. അതെല്ലാം അതിന്റെ കാര്യങ്ങൾ വേറെയാണ്. പൊതുവെ അവർക്ക് നുണ പറയുകയും, അസത്യവാദികൾ നുണ പറയുകയും അത് സ്ഥാപിക്കാൻ വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് അവര്. അതുപോലെ തന്നെ മടിയന്മാരായ പെരുവേറന്മാരുമാണ്. അതായത് ഏത് കാര്യത്തിനും ഉത്സാഹം എന്ന് പറയുന്നത് അവർക്കില്ല, മടിയാണ്, അതിഭക്ഷണവുമാണ്, പെരുവയറന്മാരാണ്. ഇത്രയും സ്വഭാവങ്ങൾ
ക്രേത്തയിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചല്ല, ക്രേത്തരെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്തെക്കുറിച്ചാണ്. ദേശ സ്വഭാവം എന്ന് പറയും. ദേശ സ്വഭാവം വരുത്തുന്നത് ആ ദേശാധികാരമാണ്. എല്ലാ ദേശങ്ങൾക്കും ആ ദേശത്തിന്റെ ഒരു ഉത്സവം ഉണ്ടായിരിക്കും. ആ ദേശത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ആ ദേശത്തിന്റെ ഒരു ആരാധന ഉണ്ടായിരിക്കും. ആ ദേശത്തിന്റെ ഒരു വഴിപാടുണ്ടായിരിക്കും. ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവം ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദേശത്ത് വസിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരിക്കലും ദേശത്ത് പാർത്ത് ദേശനിവാസികളോട് ചേർന്ന് പോകരുത്. പിന്നെയോ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ചു കൊള്ളണം. എന്ന് പറഞ്ഞാൽ ദേശത്ത് പാർത്ത് ആരോട് വിശ്വസ്തത? ദൈവത്തോട് വിശ്വസ്തത ആചരിച്ചു കൊള്ളണം. ദേശത്ത് പാർത്ത് ദൈവത്തോട് വിശ്വസ്തത ആചരിക്കണമെന്ന് പറയുമ്പോൾ എവിടെ പരദേശിയായി പാർത്താലും എവിടെ ജീവിക്കേണ്ടി വന്നാലും ആ ദേശത്ത് വസിച്ചുകൊണ്ട് ആ ദേശത്ത് താമസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരനുഭവമായിരിക്കണം അവരുടെ ജീവിതം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നാൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനോട് തദ്ദേശവാസികൾക്ക് എതിർപ്പുണ്ടാകും. കാരണം ദേശാധികാരത്തിന് കീഴ്പ്പെട്ട് പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ദേശത്തിലെ ജനം എഴുന്നേൽക്കും. അവർ സാത്താനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഇതാണ് ഹാമാൻ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കുറ്റം. രാജാവിനോട് പറഞ്ഞ വാക്ക് ഇതാണ്: നിന്റെ രാജ്യത്തിലൊരു ജാതി ചിതറിപ്പാർക്കുന്നു. അവരുടെ ന്യായപ്രമാണം രാജാവിന്റെ ന്യായപ്രമാണത്തോട് ഒക്കുന്നില്ല. ബിലെയാമിനെ ബാലാക്ക് വിളിച്ച് പറഞ്ഞതുപോലെ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളോട് എണ്ണപ്പെടുന്നില്ല. ജാതികളുടെ സംസ്കാരവും വഴിപാടും ഉത്സവവും ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. ഇവർ അതിനോട് ചേരുന്നുമില്ല. അതുകൊണ്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും അവൻ ദേശത്ത് പാർത്ത് ദൈവത്തോട് വിശ്വസ്ത ആചരിക്കണം. ഒരിക്കലും ദേശത്തോട് വിശ്വസ്ത ആചരിക്കരുത്. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ദൂതാണ്, ആലോചനയാണ്, കൽപ്പനയാണ്. അപ്പോൾ ദേശാധികാരം മനുഷ്യന് സ്വഭാവം ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. ഒന്നാമത്തത് നമുക്ക് നമ്മുടെ ദേഹിയുടെ സ്വഭാവം. രണ്ടാമത്തത് പിതൃപാരമ്പര്യത്തിന്റെ സ്വഭാവം, ജഡത്തിൽ കൂടി വരുന്ന സ്വഭാവം. മൂന്നാമത്തത് ദേശാധികാരത്തിന്റെ സ്വഭാവം. നാലാമത്തതാണ് നമ്മൾ പഠിക്കുന്നത് ബാധിക്കുന്ന ആത്മാവിന്റെ സ്വഭാവം. എന്താണ് ബാധിക്കുന്ന ആത്മാവ്? കർത്താവ് ഒരിക്കൽ ഗദരദേശത്ത് കൂടി പോകുമ്പോൾ അവിടെ അന്യാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ, അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ താമസം കല്ലറയ്ക്കലാണ്. കല്ലറയിലാണ് അവൻ ജീവിക്കുന്നത്. അവനെ ഏത് ചങ്ങല കൊണ്ട് പൂട്ടിയാലും ആ ചങ്ങല ഉരുമി ഒടിച്ച് അവൻ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു പോകും. അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവന് തന്നെ അറിയില്ല. അവന് സുബോധമില്ലാത്ത ഭ്രാന്തനായിട്ട് എല്ലാവരും കണക്കൂട്ടി വെച്ചിരിക്കുക. അവനോട് ചെന്ന് അവന് കർത്താവിനെ കണ്ടപ്പോൾ അവൻ ഉപദ്രവിക്കരുതേ എന്നൊക്കെ എല്ലാം പറഞ്ഞു. അപ്പോ കർത്താവ് പറഞ്ഞു, ആ മനുഷ്യനെ വിട്ടുപോകും. നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. പേര് ചോദിച്ചപ്പോ പറയുകയാണ്, ഞങ്ങൾ പലരാകുന്നു, ഞങ്ങളുടെ പേര് ലഗ്യോൻ എന്ന്. ലഗ്യോൻ എന്ന് പറയുന്നത് അവന്റെ പേരല്ല, അവനെ ബാധിച്ച ആത്മാക്കളാണ്. അന്നത്തെ കാലത്ത് ഇന്ന് ഒരു ബറ്റാലിയൻ എന്ന് പറയുന്ന പോലെ പട്ടാളത്തിലുള്ള ഒരു കൂട്ടത്തെയാണ് 6000 പട്ടാളക്കാരടങ്ങുന്ന ഒരു കൂട്ടത്തെയാണ് അന്ന് ലഗ്യോൻ എന്ന് പറയുന്നത്. ഇത്രയും ദുരാത്മാക്കൾ അവനെ ബാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ചോദിച്ചപ്പോ പറയുകയാണ്, ഞങ്ങൾ ലഗ്യോനാണ്. അപ്പൊ ഇവൻ ഈ സ്വഭാവം ഉണ്ടാക്കുന്നത് ലഗ്യോനാണ്. ഇവനെ ഇരുത്താതെ ഓടിക്കുന്നതും ഇവന്റെ ചങ്ങല ഉരുമി ഓടിക്കുന്നതെല്ലാം ഈ ആത്മാവാണ്. അവന്റെ തനി സ്വഭാവമല്ല. കർത്താവ് അവനെ ആ ആത്മാവിനോട് വിട്ടുപോകാൻ പറഞ്ഞു. കർത്താവിന്റെ കൽപ്പനയാൽ ആ ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞ ഉടനെ ഈ മനുഷ്യൻ, സാധുവായൊരു മനുഷ്യൻ,
ചങ്ങല ഒടിക്കാനുള്ള കൽപ്പൊന്നും ആ മനുഷ്യനില്ല. ഓടാനുള്ള കൽപ്പ് പോലും ഇല്ല. അവൻ സൗമ്യനായി കർത്താവിന്റെ പാദപീഠത്തിങ്കൽ കാൽ ചുവട്ടിൽ ഇരുന്ന് വചനം കേൾക്കുന്ന അവസ്ഥയാണ് പിന്നെ കാണുന്നത്. അപ്പൊ അവന് സ്വഭാവം ഉണ്ടാക്കിയത് ആരാണ്? ബാധിച്ച ആത്മാവ്. ബാധിച്ച ആത്മാവ് അവന് സ്വഭാവം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മറുവശമുണ്ട്. പരിശുദ്ധാത്മാവ് ബാധിച്ച എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ ഒരു തോലാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വാധീനിക്കുന്ന മനുഷ്യര് ആ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദിന് 2 വഴികളെ ഉള്ളതായിട്ട് വചനത്തിൽ നമ്മെ പഠിപ്പിക്കും. ദാവീദിന് 2 വഴികളിലുള്ളതിൽ ഒരു വഴി ആദ്യത്തെ വഴി, രണ്ടാമത്തെ വഴി. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദാവീദിനെ നിയന്ത്രിച്ചും ദാവീദിൽ പ്രവർത്തിച്ചും ദാവീദിൽ സംസാരിച്ചും ദാവീദിനെ കൊണ്ടു നടന്ന കാലം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ശുശ്രൂഷയ്ക്കായിട്ടും ഭരണത്തിനായിട്ടും ദൈവം അവൻ എന്ത് വേണ്ടി വിളിച്ചോ അതിനുവേണ്ടി അയക്കുന്ന കാലം. ഒന്നാമത്തെ വഴി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതും, രണ്ടാമത്തത് പരിശുദ്ധാത്മ കൽപ്പിച്ച വഴി ദാവീദ് സ്വന്തമായി ചെയ്തു. രണ്ടാമത്തേൽ ചില തെറ്റുകളൊക്കെ വന്നു. ഒന്നാമത്തേൽ തെറ്റില്ല. കാരണം ഒന്നാമത്തത് ദൈവം ദാവീദിനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. കാരണം പഠിപ്പിക്കാൻ അതെല്ലാം മനുഷ്യർക്കുള്ളതാണ്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിങ്കൽ ആദ്യ സ്നേഹത്തിങ്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ കൊണ്ട് മനുഷ്യ നല്ലതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് വചനത്തിലുള്ളത് പോലെ അവനെ കാണിച്ചു കൊടുക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ബാധിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് അന്യാത്മാവും ബാധിക്കും, പരിശുദ്ധാത്മാവും ബാധിക്കും. രണ്ടും ബാധിക്കാം. ഈ 2 ബാധ്യമുണ്ടെങ്കിലും അവന്റെ സ്വഭാവമല്ല, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവമാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. ഇപ്പോ 4 ഘട്ടമായി. ഇനി 5-മത്തെ ഒരു ഘട്ടമാണ് ആകാശത്തിലധികാരം. 5-മത്തെ മനുഷ്യന് സ്വഭാവം ഉണ്ടാക്കുന്ന ഒരു ഒന്നാണ് ആകാശത്തിലധികാരം. ആകാശത്തിലെ അധികാരം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ് ആകാശത്തിലെ അധികാരം? നമ്മൾ ആവർത്തന പുസ്തകം 4:19 വായിക്കുമ്പോൾ നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ ആരാധിപ്പാൻ വശീകരിക്കപ്പെടരുത്. അവയെ ഞാൻ ആകാശത്തിലുള്ള സകല ജാതികൾക്കും കൊടുത്തിരിക്കും. മനുഷ്യരെ ഏറ്റവും ഒരു വിശ്വാസി ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന കാര്യമാണത്. കാരണം ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചിരിക്കുന്നു. ആർക്ക്? ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമാക്കി തന്നിരിക്കുന്നു. അവർക്ക് എന്താ സംഭവിച്ചത്? അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ അടിമകളായിരുന്ന സ്ഥലത്ത് നിന്ന് അന്ന് ദൈവത്തെ വ്യവസ്ഥ പ്രകാരം ആരാധിപ്പാൻ ഇസ്രായേൽ ജനത്തിന് അറിയാതിരുന്ന കാലത്ത്, ആരാധനയൊന്നും ശരിയല്ല, അങ്ങനെ ഒരു കാലത്ത് നിന്ന് ആ ജനത്തെ മോശ മുഖാന്തരം വെടിവെച്ച് മരുഭൂമിയിൽ കൂടി കൊണ്ടുവന്നു. അവ ദുഷ്ടന്റെ കീഴിൽ ഈജിപ്തിൽ ജാതികളുടെ ഇടയിൽ അവരുടെ സ്വാധീനത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ജനം അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട് അവരെ ദൈവത്തിന്റെ ആത്മാവ് ചെങ്കടൽ പിളർന്ന് 10 അത്ഭുതങ്ങൾ ഫറവോനുമേലും അവന്റെ രാജ്യത്തിന്മേലും വരുത്തി മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇവർക്ക് കാണുവാനായിട്ട്, പ്രത്യാശിക്കുവാനായിട്ട് ഒന്ന് അഗ്നിസ്തംഭവും മേഘസ്തംഭവും വഴി നടത്തി പ്രത്യാശിക്കാനായിട്ട് കനാൻ ദേശം. ഇത്രയും കാര്യം അവർക്ക് കർത്താവ് കൊടുത്തതാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് അഗ്നിസ്തംഭവും മേഘസ്തംഭത്തിലും ദൈവം നടത്തിക്കൊള്ളും. എവിടെ പോകുന്നു, എന്തിന് ഈ യാത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യാശയ്ക്കായിട്ട് കനാൻ ദേശമുണ്ട്. ഈ പ്രത്യാശയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രു ഇവരുടെ ഹൃദയത്തെ സ്വാധീനിച്ച് പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിക്കാൻ വശീകരിക്കപ്പെടരുത്. ഇവർ വശീകരിക്കും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആരാധനയെ തങ്ങൾക്ക് കവർന്നെടുക്കാൻ
വശീകരിക്കുന്ന സ്വഭാവം അവർക്കുണ്ട്. നമ്മളറിയാവോ ഇതൊന്നും? ഇങ്ങനെ വശീകരിക്കപ്പെടരുത്, അതിനെ എതിർത്ത് നിന്നോളണം. അപ്പൊ നമുക്ക് ഈ യാത്രയ്ക്ക് പോകുന്ന മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേലർക്ക് ഒരു ഭാഗവും കൂടി ശ്രദ്ധിക്കണം. എന്ത്? കാഴ്ചയിൽ അവർക്ക് വഴി കാട്ടാനായിട്ട് അഗ്നിസ്തംഭവും മേഘസ്തംഭവും, പ്രത്യാശിക്കാനായിട്ട് കനാൻ ദേശം, പിന്നെ പിറകോട്ട് തങ്ങളെ ഈ ലക്ഷ്യത്തിൽ നിന്ന് തിരിക്കാനായിട്ട് ഒരു ശക്തിയുണ്ട്. ആകാശ സൈന്യം തങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, അതിനോട് എതിർത്ത് നിൽക്കണം എന്നുള്ള ചിന്തയും കൂടി അവർക്ക് വേണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അത് തന്നെയാണ് വേണ്ടത്. നമുക്ക് പ്രത്യാശിക്കാനുള്ളത് സിയോൻ. നമ്മെ കർത്താവ് നടത്തുന്നത്, കർത്താവിന്റെ കൃപ നമ്മെ വഴി നടത്തുന്നു. ആ കൃപയാണ് നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നത്. സദാസമയം നമ്മുടെ ഹൃദയത്തെ ലോകത്തിലേക്ക് സ്വാധീനിക്കുവാൻ ഒരു ശക്തിയോട് വ്യാപരിക്കുന്നുണ്ട്, ആകാശസൈന്യം വ്യാപരിക്കുന്നുണ്ട്. ഇത്രയും ശ്രദ്ധ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കൂ. ഇവിടെ നിന്ന് ഇവരെന്ത് ചെയ്തു? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും ഹൃദയത്തെ കനാൻ ദേശത്തേക്ക്, മിസ്രൈമിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു. രണ്ട് സ്ഥലത്തു നിന്നുള്ള വടംവലി പോലെയാണ്. ഒന്ന്, അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും പ്രത്യാശ കൊടുത്തുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, വലിച്ചുകൊണ്ട് പോകും. ശത്രു ആകട്ടെ വിട്ടുപോകുന്നതിനെ ഓർത്തും വിട്ടുപോകുന്ന ദേശത്തെ ഓർത്തും ഭൗതികമായ നന്മയെ ലക്ഷ്യമാക്കിയും മോഹമിട്ട് അവരുടെ ഹൃദയത്തെ മിസ്രൈമിലേക്കും പിടിക്കും. വടത്തിന്റെ രണ്ടറ്റം, ഒരറ്റത്ത് സർവശക്തനായ ദൈവം, ഒരറ്റത്ത് ആകാശ സൈന്യം. അതിന് വേറൊരു ഭാഷ പറഞ്ഞാൽ, ഒരു ഭാഗത്തേക്ക് നീതി സൂര്യനും ഒരു ഭാഗത്തേക്ക് ജഡപ്രകാരമുള്ള ലോകസൂര്യനും. ഇത് രണ്ട് കൂട്ടരും പിടിച്ചോണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഈ വടംവലിയിൽ ജയിക്കുന്നത് ദൈവമായിരിക്കും. അതിന് സംശയമൊന്നും ആർക്കുമില്ല. പക്ഷേ കർത്താവ് പറഞ്ഞ വാക്കോർത്തുകൊള്ളണം. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ അവയെ ആരാധിപ്പാൻ വശീകരിക്കപ്പെടരുത്. അവ സ്വാധീനിക്കും നിന്നെ. അതിനോട് എതിർത്ത് നിന്നോളണം, അതിനോട് എതിർത്ത് നിൽക്കണം. കാരണം അതിനോട് എതിർത്ത് നിന്നില്ല എങ്കിൽ നീ അവരുടെ അവർ സ്വാധീനത്തിന് കീഴ്പ്പെട്ടു പോയി അവരുടെ പക്ഷം നിന്നാൽ ദൈവത്തിന്റെ ഭാഗം തോൽവിയിലേക്ക് വരും. കാരണം മനുഷ്യനോട് മല്ലടിക്കാനല്ല ദൈവം ഇവരെ കൊണ്ടുപോകുന്നത്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാനാണ്. വിടുവിക്കപ്പെടുന്ന മനുഷ്യൻ തന്നെ ദൈവത്തോട് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, ഈ വടംവലി തുടർന്നുകൊണ്ടിരുന്നു. 10 അത്ഭുതങ്ങളെ കാണിച്ച് മിസ്രൈമിൽ നിന്ന് ജനത്തെ വീണ്ടെടുത്തെങ്കിൽ 10 പ്രാവശ്യം ദൈവത്തോട് അവർ മത്സരിച്ചു. ഇത് എണ്ണുന്നുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഈ 10 പ്രാവശ്യം ഇവരെന്നോട് മത്സരിച്ചു, ഇവരാരും കനാൻ ദേശത്തെത്തൂല. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വാക്ക് വന്നപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നത്. എവിടെ വെച്ചാണ് കാര്യം മനസ്സിലായത്? മോശ ന്യായപ്രമാണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയിരിക്കുമ്പോൾ ഇവരിവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ മോശയ്ക്ക് എങ്ങോട്ട് പോകും, മോശ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് ഞങ്ങളുടെ മുമ്പിൽ പോകാനൊരു ദൈവങ്ങളെ ഉണ്ടാക്കി തന്നെ. അഹരോൻ പേടിച്ചുപോയി. ഈ ജനം എല്ലാം കൂടി അഹ്റോനെ കൊല്ലുമോ എന്ന് ഭയപ്പെട്ട് അഹരോൻ പറഞ്ഞ് നിങ്ങളുടെ അതിൽ ആഭരണങ്ങളും എല്ലാം ഊരിത്തരാൻ പറഞ്ഞു, ഊരിക്കൊടുത്തു. അഹരോൻ ഈ ആഭരണം എല്ലാം കൂടി തീയിലേക്ക് ഇട്ടു. തീയിൽ നിന്ന് പുറത്തു വന്നത് ഒരു കാളക്കുട്ടി. യഥാർത്ഥത്തിൽ കാളക്കുട്ടി ഉണ്ടാക്കിയത് അത് അവരുടെ പാപമാണ്. പുറത്തേക്ക് വന്ന കാളക്കുട്ടിയെ ഒരു ഷെയ്പ്പാക്കി ഭാഷ വരുത്തി അഹരോൻ അവർക്ക് കൊടുത്തു. മുകളിൽ നിന്ന് പർവ്വതത്തിൽ നിന്ന് 2 കൽപ്പലകയിൽ 10 കൽപ്പന എഴുതി ഇസ്രായേൽ ജനത്തിന് പുതിയൊരു പ്രമാണവുമായി മോശ ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച, ജയിച്ചാർക്കുന്നവരുടെ സ്വരമല്ല. വലിയൊരു ശബ്ദം കേൾക്കാം. ജയിച്ചാർക്കുന്നവരുടെ സ്വരമല്ല,
തോറ്റു പിന്മാറുന്നവരുടെ സ്വരവുമല്ല. പിന്നെ ഏതാ ഈ ഗാനപ്രതിഗാനം ചെയ്യുന്ന ഒരു ശബ്ദം. അതെന്താണ് ആ ശബ്ദം? നോക്കി അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, ജനം തിന്മാനം കുടിപ്പാൻ വരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് വചനത്തിലുള്ളത് പോലെ കാളക്കുട്ടിയെ ഉണ്ടാക്കി, വിഗ്രഹം ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ ജനം കളിക്കുന്ന, തുള്ളുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗാനപ്രതിഗാനം പാടുകയും തുള്ളുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. മോശ ആ കൽപ്പലക എറിഞ്ഞുടച്ചു. തുടർന്ന് ചില കാര്യങ്ങളൊക്കെ നടന്നു. ഭൗതികമായിട്ട് നടന്ന കാര്യങ്ങൾ, കാളക്കുട്ടിയെ അരച്ച് പൊടിയാക്കി തോട്ടിൽ കഴുകി ആ വെള്ളം ഇസ്രായേൽ കൊണ്ട് കുടിപ്പിച്ചു, പ്രായശ്ചിത്തമൊക്കെ ചെയ്തു. സംഗതി പ്രശ്നമാണെന്ന് മനസ്സിലായി. മോശ പറഞ്ഞു, നീ ജനത്തെ മുഴുവനും ഉപേക്ഷിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ പേര് വായിക്കുന്നത് എന്തിനാ? എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ വായിച്ചു കളയും. നീ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ ആത്മീയമായിട്ട് സംഭവിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ആത്മീയമായിട്ട് സംഭവിച്ചത്, ആത്മീയ മണ്ഡലങ്ങളിൽ ചില കണക്ക് തരുക. ഇവിടെ ഈ വടംവലി നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡില് അവര് രണ്ട് സ്ഥലത്തും കാണികൾ കൂട്ടം കൂട്ടമായിട്ട് നിന്ന് ആർപ്പ് വിളിച്ചോണ്ടിരിക്കുക. അവസാനം വടംവലിയിൽ ഒരു കൂട്ടർ ജയിച്ച കൂട്ടരെല്ലാം അവിടെ നിന്ന് അവരുടെ രണ്ട് ടീമിന്റെയും ലീഡർ വന്ന് അവിടെ ഒരു പരസ്പര സമ്മതവും അവര് പ്രഖ്യാപനവും അതുപോലെ സൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചിലർക്കുള്ള ചിലതൊക്കെ ഉണ്ട്. തോറ്റയാള് തങ്ങൾ തോറ്റതായിട്ടും അടുത്തയാൾ ജയിച്ചതായിട്ടും ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെ ലോകത്തിൽ നടന്ന കാര്യങ്ങൾ, ആത്മീയ മണ്ഡലങ്ങളിൽ എന്ത് നടന്നു എന്ന് ആരും അറിഞ്ഞില്ല. ആത്മീയ മണ്ഡലങ്ങൾ നടന്നത് മറ്റൊന്നാ. രണ്ടുപേരും തമ്മിൽ വടംവലി ആയിരുന്നു എന്ന് പറഞ്ഞു. എവിടെ മുതല്? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ ദൈവം കനാൻ ദേശത്തേക്കും മിസ്രൈമിൽ നിന്നല്ലേ ആകാശ സൈന്യം മിസ്രൈമിൽ കൂടി മിസ്രൈമിലേക്കും വലിച്ചുകൊണ്ടി. ഒടുവിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹത്തെ ആരാധിച്ചതോടുകൂടി ദൈവത്തിന്റെ ഭാഗം തോറ്റു. കാരണം മനുഷ്യൻ വിട്ടുപോകുന്നതിനെ ഓർത്തു, ഭൗതികമായതിനെ ശ്രേഷ്ഠമായി കണ്ടു. അവരുടെ മിസ്രൈമിലെ വസ്തുക്കൾ, ഭക്ഷണങ്ങൾ മുതലായവയിൽ അവരുടെ ഹൃദയം തിരിഞ്ഞു. അങ്ങനെ ദൈവം ആ വട അങ്ങ് വിട്ടുകളഞ്ഞു. അങ്ങനെ തന്നെയാ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവമോ അവരെ കൈവിട്ടു, വടം വിട്ടു. മറ്റവൻ ജയിച്ചില്ലേ? അവൻ ജയിച്ച ആ വടത്തോടു കൂടി ആരൊക്കെ പോയി? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരുടെ, യോദ്ധാക്കളായി പുറപ്പെട്ട സകല മനുഷ്യരുടെയും 60-20 വയസ്സിന് മേലുള്ള എല്ലാവരുടെയും ഹൃദയം ഈ സ്വാധീനത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നെറ്റുപോയി. ദൈവം സമ്മതിച്ചു. എന്ത് സമ്മതിച്ചു? ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇനി നിങ്ങൾ ആകാശത്തിലെ സൈന്യത്തെ ആരാധിച്ചു. അങ്ങനെയാണ് മിസ്രൈമിൽ മരുഭൂമിയിൽ പട്ടുപോകാണ്ടായ ചരിത്രം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, മനുഷ്യന് സ്വഭാവം ഉണ്ടാക്കുന്ന ഒന്നാണ് ആകാശ സൈന്യം. അപ്പൊ ഇവിടെ നിന്ന് ആകാശ സൈന്യത്തിന്റെ സ്വഭാവം വെളിപ്പെട്ട് വന്നത്, കൊതിക്ക് ഭക്ഷണം ചോദിച്ചു, ഇറച്ചി ചോദിച്ചു, ദൈവത്തെ പരീക്ഷിച്ചു മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആകാശ സൈന്യം മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിച്ചാൽ അവരിൽ നിന്നുണ്ടാകുന്ന സ്വഭാവങ്ങളാണ്. നമ്മളിപ്പോൾ ഈ 5 കാര്യങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് കേട്ടു. ഒന്ന്, മനുഷ്യന്റെ ദേഹിയിൽ നിന്ന് അതിൽ നിന്ന് പുറപ്പെടുന്ന സ്വഭാവം. രണ്ടാമത്തത് പിതൃപാരമ്പര്യത്താൽ ഉണ്ടാകുന്ന സ്വഭാവം. മൂന്നാമത്തത് ദേശാധികാരത്താൽ ഉണ്ടാകുന്ന സ്വഭാവം. നാലാമത്തത് അവനെ ബാധിക്കുന്ന ആത്മാവിനാലുള്ള സ്വഭാവം. അഞ്ചാമത്തത് ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കാൻ വശീകരിക്കപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവം. ഇങ്ങനെയാണ് മനുഷ്യനെ ദൈവത്തിന് വിരോധികളാക്കുവാൻ ശത്രു
സ്വഭാവം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ഇങ്ങനെ ബാല്യം മുതൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ദേശാധികാരത്തിന്റെ സ്വഭാവം കാണിക്കും, ആകാശ സൈന്യത്തിന്റെ സ്വാധീനം കാണിക്കും, പിതാക്കന്മാരുടെ സ്വഭാവം കാണിക്കും, അവൻ ബാധിക്കുന്ന ആത്മാവിന്റെ സ്വഭാവം കാണിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. ദൈവം നോക്കുന്നതല്ല. നമ്മൾ ഒന്നാമത് ചിന്തിച്ചത്, അമ്മയുടെ ഗർഭത്തിൽ ദൈവം ഇവന്റെ ശരീരത്തിൽ ദേഹി എന്ന് വന്ന ഒന്നിനെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് യേശുവിനുണ്ട്. ഈ ദേഹിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ഇത് മനുഷ്യനായി വരുന്നതിന് മുമ്പ് ആത്മീയ മണ്ഡലങ്ങളിൽ ഈ ആൾ ആരായിരുന്നുവോ ആ ആളുടെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഇത് വെളിപ്പെട്ടു വരുന്നത്. അവൻ ആരായിരുന്നോ അവൻ അത് ആണ് കർത്താവിന് അറിയേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ്, നിങ്ങൾ ഏത് നിഷ്ഠൂര പ്രവൃത്തി ചെയ്താൽ നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. തെരഞ്ഞു നോക്കും ചെയ്യും, തെരഞ്ഞു നോക്കും. ആളെ കൊന്നവനാ, കൊലപാതകനാ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ദേശാധികാരത്തിന്റെ സ്വഭാവം കാണിച്ചതാണോ? ആകാശ സൈന്യത്തിന്റെ സ്വഭാവം വന്നതാണോ? അതേപോലെ ആത്മാവ് അവനെ ബാധിച്ചു തന്നതാണോ? അതുപോലെ പിതാക്കന്മാരുടെ സ്വഭാവം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോയതാണോ? അതോ യഥാർത്ഥത്തിൽ അവന്റെ സ്വഭാവമാണോ? ഇത് ദൈവം പരിശോധിച്ചതിനാണ് ശേഷമാണ് ന്യായവിധി. ഇതാണ് നോക്കാനായിട്ട് വന്നത്. ദാവീദ് കൊലപാതകനാണ്, ദാവീദ് മരിക്കേണ്ടവനാണ്, വചനപ്രകാരം മരിക്കേണ്ടവനാണ്. അവിടെ വന്ന് നോക്കി നാഥാൻ പ്രവാചകനെ വിട്ട് ചോദിച്ചു, ഇവന് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് നോക്കണം. ദാവീദ് തന്നെ പറഞ്ഞു, കർത്താവേ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ചെയ്യുന്നത്, അന്തരംഗത്തിൽ തന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഇവൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് നോക്കിയപ്പോൾ ഇവന്റെ അന്തർഭാഗത്ത് സത്യമുണ്ട്. അതായത് സത്യം, ന്യായപ്രമാണമുണ്ട്. കാരണം ആ പ്രവൃത്തി ആര് ചെയ്താൽ അവൻ മരിക്കേണ്ടവനാണെന്ന് ഇവന്റെ ഉള്ളമുണർന്ന് പറഞ്ഞ്, ബാധിച്ച ആത്മാവ് പറഞ്ഞതല്ല, പിതൃപാരമ്യം പറഞ്ഞതല്ല, ആകാശസൈന്യം പറഞ്ഞതല്ല, ഒരു ദേശാധികാരവും പറഞ്ഞതല്ല. അവന്റെ ദേഹിയിൽ, അവന്റെ ഉള്ളത്തിൽ ഈ സത്യം ഉണ്ട് എന്ന് കണ്ടു. അവൻ വിടുതലായി. അവനെ വിടിവിപ്പാൻ കർത്താവ് ശക്തനായി. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നോട് വാദിക്കണം. മനുഷ്യർ തെറ്റ് ചെയ്താൽ ദൈവമേ അറിയാതെ വന്നുപോയി എന്ന് പറയുമ്പോൾ എങ്ങനെ വന്നുപോയി? അവിടെ നാഥാൻ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, ഒരു ധനവാനുണ്ടായിരുന്നു, അവന് ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ ഒരു വഴിപോക്കൻ അവിടെ വന്നു. അവന് വേണ്ടി തന്റെ ആടുകളിൽ ഒന്നും എടുക്കാതെ ആ പാവപ്പെട്ടവന്റെ ആടിനെ പോയി എടുത്തു. ഇതെല്ലാം ആക്ഷരികമായിട്ട് അങ്ങനെ സംഭവിച്ചതാ. ധനവാൻ എന്ന് പറയുന്നത് ദാവീദ്, ദരിദ്രൻ എന്ന് പറയുന്നത് ഊരിയാവ്. ആടുകൾ എന്ന് പറയുന്നത്, ധനവാന്റെ ആടുകൾ എന്ന് പറയുന്നത് ദാവീദിന്റെ കൈക്കീഴിലുള്ള സ്ത്രീകളും കന്യകമാരും. ദരിദ്രന്റെ ആടെന്ന് പറയുന്നത്, കുഞ്ഞാടെന്ന് പറയുന്നത് ബത്ശേബ. ഒരു വഴിപോക്കൻ വന്നു എന്ന് പറയുന്നത് മോഹിപ്പിക്കുന്ന ആത്മാവ്. അവനെ മോഹിപ്പിക്കാൻ ഒരു ആത്മാവ് വന്നു. ആ ആത്മാവ് വന്ന് മോഹിപ്പിച്ച് ആ മോഹത്തെ അടക്കാൻ വേണ്ടി ഇത് ചെയ്തു. എല്ലാം കൃത്യമാ. അതിൽ നിന്ന് ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തിയെടുത്തു. അവൻ അത് ചെയ്തു എങ്കിൽ അവരുടെ ഉള്ളം അറിഞ്ഞിട്ടല്ല, അവിടെ ഇപ്പോഴും ന്യായപ്രമാണമുണ്ട്, അവിടെ ഇപ്പോഴും സത്യമുണ്ട്, ജ്ഞാനമുണ്ട്. പിന്നെയോ അവനെ ബാധിച്ച ഒരാത്മാവാണ് ചെയ്തത്. അത് തെളിയിച്ചു. അതെന്ന് പറഞ്ഞാൽ വെറുതെ വിടില്ല, ശിക്ഷയുണ്ട്. മരണശിക്ഷയിൽ നിന്ന് ഒഴിവായി. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ന്യായവും നമ്മുടെ ബുദ്ധിയേക്കാൾ, നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് വചനത്തിൽ എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, ദൈവത്തിന്റെ വചനം പ്രാപിച്ചു, ആത്മാവിനെ പ്രാപിച്ചു, എല്ലാം കഴിഞ്ഞതിന് ശേഷം
മനഃപൂർവ്വം പാപം ചെയ്താൽ, മനഃപൂർവ്വം പാപം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മുടെ പ്രാണനെ ഉണർത്തി ജീവിപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചതിന് ശേഷം അത് അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്താൽ പിന്നെ ഒരു യാഗമില്ല, പിന്നെ ഒരു യാഗമില്ല. പിന്നെ എതിരുകളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയേ ഉള്ളൂ. പിന്നെ എതിരുകളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയേ ഉള്ളൂ. കാരണം കാരണം ദൈവത്തോട് ചെയ്യുന്ന പാപമാണത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണ്. അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതിരിക്കുന്ന ദൈവം അന്തർഭാഗത്തിലെ സത്യം ഉണ്ടോ എന്ന് തെളിയിക്കുവാൻ അവസരം വയ്ക്കുന്ന ദൈവം അവനിൽ നിന്ന് അങ്ങനെ ഒരു സത്യം, അങ്ങനെ ഒരു ജ്ഞാനം അന്തർഭാഗത്ത് ഇല്ല എന്ന് വരുന്നു. അവൻ തെറ്റുകാരനായി തീർന്നവരെ ന്യായം വിധിക്കുന്നു. അതുകൊണ്ട് അനേകം പേര്, അനേകം ജീവിതങ്ങൾ ധരിച്ചിരിക്കുന്നത് അന്തർഭാഗത്തിലെ സത്യമല്ല വെച്ചിരിക്കുന്നത്. അറിയായ്മയുടെ കാലത്താണ് ഞാൻ അത് ചെയ്തത് എന്ന് പറഞ്ഞാൽ, അറിയായ്മയുടെ കാലത്താണ് ചെയ്തതെങ്കിൽ അത് തെളിയിക്കണം. അത് ദൈവം പുറത്ത് കൊണ്ടുവരും. പുറത്ത് കൊണ്ടുവരുമ്പോഴേക്കും ദാവീദ് പറയുകയാണ്, ഒരാടിനെയല്ലേ, സാരമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ അന്തർഭാഗത്ത് സത്യമില്ല, ന്യായപ്രമാണം അവന്റെ ഉള്ളിലില്ല. അവൻ അറിയായ്മയുടെ കാലത്തല്ല ഇത് ചെയ്തത്, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത്. അവൻ മരണയോഗ്യനാണെന്ന് തെളിയിക്കും. അവൻ മരിക്കേണ്ടിയും വരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇന്ന് ഈ ഭാഗങ്ങൾ നമ്മൾ ഗ്രഹിച്ച് ഒരു മനുഷ്യന് സ്വഭാവം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് ദൈവത്തിന്റെ വചനപ്രകാരം ഗ്രഹിച്ച് നമ്മെ തന്നെ സൂക്ഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.